രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ നമ്മൾ കണ്ട ഭാഗം ഇന്ദ്രജിത്തിൻ്റെ നാഗാസ്ത്രം ഏറ്റ് രാമലക്ഷ്മണന്മാർ മോഹാലസ്യപ്പെട്ട് കിടന്നു. രാമലക്ഷ്മണന്മാർ മരിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിച്ചു. പെരുമ്പറ കൊട്ടിയിട്ടും മറ്റും അതെല്ലാവരെയും അറിയിച്ചു. രാമലക്ഷ്മണന്മാർ മരിച്ചു, നിങ്ങളെല്ലാവരും സമാധാനിച്ചോളൂ, സന്തോഷിച്ചോളൂ എന്നൊക്കെ എങ്ങനെ പറഞ്ഞു. പെരുമ്പറ കൊട്ടി രാമലക്ഷ്മണന്മാരുടെ വ്യാജമരണ വാർത്ത എന്ന് പറയാം, ശരിക്കുള്ള വാർത്തയല്ല, മരണവ്യാജ വാർത്ത ലങ്കയിലൊക്കെ ഉദ്ഘോഷിച്ചു എന്നാണ്. പക്ഷേ രാമൻ സത്യത്തിൽ മരിച്ചിട്ടില്ല. മോഹാലസ്യപ്പെട്ട ആ വാനരന്മാർ അടുത്ത് നിന്ന് രക്ഷിച്ചു. ആ ത്രിജടയോടും മറ്റ് സ്ത്രീകളോടും രാവണൻ ക്രൂരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു, നിങ്ങൾ പുഷ്പക വിമാനത്തിൽ സീതയെ കയറ്റി രാമൻ മരിച്ചു കിടക്കുന്നത് കാണിച്ചു കൊടുക്കുക. രാമൻ ഭർത്താവായിട്ടുണ്ട് എന്ന അഹങ്കാരം അവൾക്കില്ലാതാവട്ടെ. എത്ര ക്രൂരത വേണമെന്ന് ആലോചിച്ച് നോക്കൂ. വളരെയേറെ സ്നേഹിക്കുന്ന ആൾ മരിച്ചു എന്ന കാഴ്ച ആ കണ്ട് സീത മാറത്തടിച്ച് കരയണത് കാണാൻ രാവണൻ ആഗ്രഹിച്ചു. ഇതിനാണ് മൃഗീയ സ്നേഹം എന്ന് പറയുക. സീതയെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ വേണ്ടത്? ഒന്നാമത് കൊണ്ടുവരുന്നില്ല, അപ്പോൾ മൃഗീയമായിട്ടുള്ള സ്നേഹമാണത്. അങ്ങനെ ത്രിജട പുഷ്പക വിമാനത്തിൽ കയറ്റുകയും, പക്ഷേ ത്രിജടയിൽ കുറേ നല്ല വശങ്ങളുണ്ട്. രാക്ഷസന്മാരിൽ നല്ലവരുണ്ട്, അവരെല്ലാവരും ചീത്തയൊന്നുമല്ല. അപ്പോൾ അവൾ പറഞ്ഞു, സീതേ നീ വിഷമിക്കരുത്, രാമലക്ഷ്മണന്മാർ മരിച്ചിട്ടില്ല. ഇതാ നോക്കൂ, അവരുടെ കിടപ്പിൻ്റെ ആ മുഖം ശ്രദ്ധിച്ചാൽ അറിയാം. മരിച്ചു പോയിട്ടുള്ള ഒരാളുടെ മുഖത്ത് തേജസ് ഉണ്ടാവില്ല. രാമലക്ഷ്മണന്മാർ മോഹാലസ്യപ്പെട്ടിട്ട് പോലും ആ തേജസ് നീ കാണുന്നില്ലേ? നിനക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, എങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവർ വധിക്കപ്പെട്ടിട്ടില്ല. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ ഘട്ടം മാത്രമാണ്. എപ്പോഴും എല്ലാവരും ഒരു യുദ്ധത്തിൽ മരിക്കില്ല, ജയിക്കില്ല. അങ്ങനെയായ പിന്നെ കഥയ്ക്ക് വല്ല തന്മയത്വം ഉണ്ടോ? അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും അവർ എഴുന്നേൽക്കും. ഒക്കെ അതിനുള്ള സന്ദർഭങ്ങളുണ്ടാവും. മൃതസഞ്ജീവനി കൊണ്ടുവരലും മരുന്ന് കൊണ്ടുവരലും. അവിടെ നീ ദയവ് ചെയ്തിട്ട് സമാധാനിക്കൂ. അപ്പം അവിടെ ആ ത്രിജട പറയുന്നതിന് മുമ്പേ സീതയുടെ ഭയങ്കരമായിട്ടുള്ളൊരു വിലാപം നമുക്ക് കാണാം. ഭർത്താരം നിഗതം ദൃഷ്ട്വ, ഭർത്താവ് കൊല്ലപ്പെട്ടത് ആണെന്ന് തെറ്റിദ്ധരിച്ച് ആ സീത പറഞ്ഞു, എല്ലാ അനുഗ്രഹങ്ങളും വിഫലമായല്ലോ എന്ന് പറയുകയാണ്. ലക്ഷണജ്ഞന്മാരായിരിക്കുന്ന ആ ബ്രാഹ്മണരും മറ്റ് മഹാജനങ്ങളും എന്നെ അനുഗ്രഹിച്ചിരുന്നു. സീതയെ നീ ദീർഘസുമംഗലീഭവ, ദീർഘസുമംഗലിയായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചതെല്ലാം വിഫലമായല്ലോ. സീത അറിഞ്ഞിട്ടില്ല രാമൻ മരിച്ചിട്ടില്ല എന്നറിഞ്ഞിട്ടില്ല, മരിച്ചു എന്നാണ് തെറ്റിദ്ധരിച്ചത്. അവരുടെ എല്ലാ അനുഗ്രഹം അസത്യമായി തീർന്നല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് സീത കരയണം. അങ്ങനെയോ സംശവണേ ഏമാം ദിജാ കാർത്താന്തികാശുഭാം തേദ്യ സർവേ കഥേ രാമേ ജ്ഞാനിനോ അനൃതവാദിനാ. ആ എന്നെ അനുഗ്രഹിച്ചതായിട്ടുള്ളവരുടെ വാക്കുകളെല്ലാം അസത്യമായി തീർന്നല്ലോ. വിജ്ഞന്മാരായിട്ട് അവർ എന്നെ സമാധാനിപ്പിച്ച് വീരപത്നി എന്ന ഒരു പദം എനിക്ക് തരുകയുണ്ടായി. വീരൻ്റെ പത്നിയാണല്ലോ വീരപത്നി, അതും വിഫലമായല്ലോ. വീരപാർത്ഥിവ പത്നിത്വം, വീരപാർത്ഥിവൻ്റെ പത്നിയാണ് നീ എന്ന് എന്നെ അനുഗ്രഹിച്ചതും സർവേശ്വര വെറുതെ ആയി തീർന്നല്ലോ എന്നങ്ങനെ പറഞ്ഞു. ഇമാനീ കലു പത്മാനീ പാദയോ നേ കില സ്ത്രീയ. മഹത്തുക്കളും ജ്യോതിശാസ്ത്രജ്ഞന്മാരും ലക്ഷണം പറയാൻ കഴിവുള്ളവരും പിന്നെന്താ പറഞ്ഞത്? അവർ എൻ്റെ കാലിൽ താമരയുടെ ചിഹ്നമുണ്ട് എന്ന് പറഞ്ഞു.
താമരയുടെ ചിഹ്നം സ്ത്രീകൾക്ക് വളരെ ശുഭമാണ് എന്നാണ്. ആ താമരയുടെ ചിഹ്നം ഇമാനി ഖലു പത്മാനി, ആ പത്മമുണ്ട്, താമര ചിഹ്നമുണ്ട്, ചില ചക്രം മുതൽ സുദർശനം ഇതൊക്കെ ഉണ്ടാവും ഇത്ര കയ്യിലും കാലിലൊക്കെ കൈനോട്ടക്കാരൊക്കെ പറയും. അപ്പം അങ്ങനെ ലക്ഷണം പറഞ്ഞതും ഇവിടെ വെറുതെ ആയല്ലോ എന്ന് പറയുകയാണ് സീത. വൈധവ്യം യാന്തിയർ നാര്യോ ലക്ഷണയർ ഭാഗ്യദുർലഭ നാത്മനത്താനി പശ്യാമി പശ്യന്തീഹിതലക്ഷണ. ഭാഗ്യഹീനകളായി വൈധവ്യം വരാനുള്ള സ്ത്രീകളിൽ അങ്ങനെ ചില ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതാണ്. അവരെ കല്യാണം കഴിക്കില്ല, ആർക്കും വിഭാര്യനാവാൻ ഇഷ്ടമില്ലല്ലോ. അങ്ങനെ ഒരു ലക്ഷണം എന്നിൽ ആരും കണ്ടില്ലല്ലോ. എത്ര പണ്ഡിതന്മാരും ലക്ഷണം നോക്കി പറയാൻ കഴിവുള്ളവരുമാണ്. വൈധവ്യ ലക്ഷണങ്ങൾ ഇനിയില്ല എന്ന് പറഞ്ഞത് അതും നിഷ്ഫലമായല്ലോ ഈശ്വര എന്ന് സീത വിലപിച്ചു. ഇങ്ങനെ വിലപിച്ചു എന്ന് വിലാപം കുറെ പറയണം. പിന്നെയോ സത്യനാമാനി പത്മാനി ത്രീണാമുക്താനി ലക്ഷണൈ, സ്ത്രീകളുടെ എല്ലാവിധ ലക്ഷണങ്ങളും അറിയുന്നവരും എനിക്ക് വൈധവ്യയോഗത്തെ പറഞ്ഞില്ലല്ലോ. ഇനി പറയുകയാണ് ഈ 2 പുരികം കൂടി നിൽക്കുക, ഇടവേൽ ഗ്യാപ്പില്ലാതിരിക്കുക, അത് സ്ത്രീകൾക്ക് അശുഭാത്രേ. 2 പുരികങ്ങളും കൂടി ഗ്യാപ്പില്ലാണ്ട് പ്ലക്ക് ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. യഥാർത്ഥത്തിൽ തന്നെ 2 പുരികത്തിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വേണം എന്നാണ് ശരിക്കും. അത് കൂടി വന്നാൽ ഒരു ദുർലക്ഷണമാണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ലക്ഷണവും എന്നിൽ കണ്ടില്ലല്ലോ. പിന്നെ ഈ വൈധവ്യം എനിക്ക് എങ്ങനെ വന്നു? തലമുടിയുടെ പ്രകൃതം നോക്കുന്ന സമയത്ത്, കാലിൻ്റെ രൂപം നോക്കുന്ന സമയത്ത്, കാലോ തുടയോ കൈകളോ ഒന്നിനും ഒരു അവലക്ഷണം ആർക്കും തന്നെ എന്നിൽ കാണാൻ കഴിയാതെ ഇപ്പോൾ എങ്ങനെ ഈ വൈധവ്യം എന്നെ പിടികൂടി ഈശ്വര? സ്ത്രീലക്ഷണങ്ങൾ അറിയുന്നതായിരിക്കുന്ന ബ്രാഹ്മണർ എൻ്റെ ലക്ഷണമുള്ള പുഞ്ചിരിയാണ് എന്നും പറഞ്ഞിരുന്നു. പുഞ്ചിരിക്കുണ്ട് ലക്ഷണം എന്നാണ്. ഹാ എന്ന് അട്ടഹാസത്തോടു കൂടി ചിരിക്കുക സ്ത്രീകൾക്ക് നല്ലതല്ല, ആണുങ്ങൾക്ക് അട്ടഹാസം നന്നല്ല എന്നാണ്. ഒന്നിങ്ങനെ പുഞ്ചിരിക്കാനേ എത്രയേ പാടൂ, പല്ല് പുറത്തേക്ക് ഇങ്ങനെ കാണണം. കഴിയണതും അങ്ങനെ പുരുഷന്മാർ ചിരിക്കണം. സ്ത്രീകളും ഉറക്ക ശബ്ദം ഉണ്ടാക്കി ഹാ എന്ന് ചിരിക്കരുത് എന്നാണ്. പുഞ്ചിരിക്കുന്ന ഒരു ലക്ഷണമാണ് അത്രേ പലരുടെയും, ഉറക്കെ അട്ടഹസിക്കുന്നതിനേക്കാൾ. അപ്പോൾ എൻ്റെ മന്ദസ്മിതമാണ് എന്നും ലക്ഷണജ്ഞർ പറഞ്ഞിരുന്നല്ലോ. എന്നിട്ടോ ആധിരാജ്യാഭിഷേകോ മേ ബ്രാഹ്മണൈ പതിനാ സഹ, ഭർത്താവോട് കൂടിയിട്ട് ഞാൻ സിംഹാസനസ്ഥയായിട്ട് പട്ടാഭിഷേകം ചെയ്യപ്പെടുമെന്നും ചില ലക്ഷണം അറിയുന്നവർ പറഞ്ഞിരുന്നല്ലോ. ഇനി എങ്ങനെ പട്ടാഭിഷേകം ഉണ്ടാവാനാണ്? രാമൻ പോയില്ലേ ഈശ്വര? ആ ബ്രാഹ്മണരുടെ മഹത്ഭാഗ്യവും ഇവിടെ സ്ഥാനത്തായി പോയല്ലോ എന്ന് പറയണം. ഇങ്ങനെ ഒരുപാട് പഴയ അനുഗ്രഹങ്ങളൊക്കെ വെറുതെയായി, എൻ്റെ ലക്ഷണങ്ങളും വെറുതെയായി, പ്രതീക്ഷകളും വെറുതെയായി. രാമൻ മരിച്ചല്ലോ എന്നങ്ങനെ പറഞ്ഞ് ആ സീത ഒരുപാട് ദുഃഖിക്കണു. കൗസല്യ ഇനി എങ്ങനെ ഇത് സഹിക്കും? എനിക്കിത്ര ദുഃഖമുണ്ട്, കൗസല്യ ഈ ദുഃഖം എങ്ങനെ സഹിക്കും? ഇല്ലേ? അതേപോലെ ലക്ഷ്മണൻ മരിച്ചു, സുമിത്ര ഈ ദുഃഖം എങ്ങനെ സഹിക്കും? ഈശ്വര, അവരെയൊക്കെ സമാധാനിപ്പിക്കേണ്ട ബാധ്യതയും കൂടി തനിക്കുണ്ട്. താനോ ദുഃഖിച്ചിരിക്കുകയല്ലേ? ഇതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. അയോധ്യയിലേക്ക് പോകാണ്ട് താനും അങ്ങോട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവരെല്ലാം കൊല്ലുന്നതായിട്ടുള്ള കാലം തന്നെ എന്തിനാണ് ജീവിച്ചിരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന തിജട പറഞ്ഞത് കാരണാനിച വക്ഷ്യാമി മഹാന്തി സദൃശാനിച യഥേമോ ജീവിതോ ദേവി പ്രാതരോ രാമലക്ഷ്മണവും. രാമലക്ഷ്മണന്മാർ ആയിരിക്കുന്ന സഹോദരന്മാർ സീതയെ മരിച്ചിട്ടില്ല. അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കൂ. അവരുടെ മുഖങ്ങളിലെ തേജസ് ഒട്ടും തന്നെ കുറയാത്തത് കൊണ്ട് നീ സമാധാനിക്കൂ. അല്പസമയത്തിനാകാം, അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് അധികം താമസിയാതെ അവർ തീർച്ചയായിട്ടും ഉണർന്നെഴുന്നേൽക്കും. ഞാൻ ഇതുവരേക്കും അങ്ങനെ അസത്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ത്രിജട. എനിക്ക് എന്തിനാണ് നിന്നോട് നുണ പറയുന്നത്? അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രാമലക്ഷ്മണന്മാർ മരിച്ചിട്ടില്ല. ആ മുഖമൊന്ന് നോക്കൂ. ഇതഞ്ച സുമഹച്ചിഹ്നം ശനൈ പശ്യസമൈഥിലി. സീതേ, ആ മുഖമൊന്ന് നോക്കൂ. മരിച്ച ആളുടെ മുഖം പോലെയാണോ രാമലക്ഷ്മണന്മാരുടെ മുഖം കാണപ്പെടുന്നത്? നിസ്സംജ്ഞാവച്ഛുഭാവേദോ നൈവലക്ഷ്മി അറിവിയുച്ചതേ. അവരിരുവരും മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണെങ്കിലും അവരുടെ മുഖത്തെ ആ ഒരു കാന്തി ഒരിക്കലും പോയിട്ടില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിനക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ നീ ദുഃഖിക്കേണ്ട. രാമലക്ഷ്മണയോരർത്ഥേ നാദ്യശക്യ ജീവിതം. ശോകവും മോഹവും ദുഃഖവും നീ ത്യജിക്കൂ.
രാമലക്ഷ്മണന്മാരെ ചൊല്ലിയിട്ട് നീ ജീവിതം വെടിയരുത്, നീ ഇപ്പം എന്തേ പറഞ്ഞ് ഞാൻ ജീവിതം വെടിയുകയാണെന്നല്ലേ, ഒരിക്കലും ചെയ്യരുത്. നാദ്യശക്യം അജീവിതം, ജീവിക്കാതിരിക്കുക, അജീവിതം ഇരിക്കരുത്, അങ്ങനെ നീ ചെയ്യരുത്. അത് വലിയ അബദ്ധമാവും. കാരണം അവരൊക്കെ ഇതാ കുറച്ച് സമയത്തിന് ശേഷം തീർച്ചയായിട്ടും എഴുന്നേൽക്ക് വരും. ഞാൻ പറയുന്നത് സത്യമാണ്. ഈ വാക്കുകൾ ആ സീത കേട്ടു. നീ പറയുന്നത് സത്യമാവട്ടെ, നമ്മൾ മലയാളത്തിൽ പറയുന്നത് എൻ്റെ നാവ് പൊന്നാവട്ടെ എന്നൊക്കെ പറയുമല്ലോ, എന്ന പോലത്തെ ജഡേ ഈ വാക്ക് സത്യമായെങ്കിൽ എന്ന് സീത അകമഴിഞ്ഞ് ആഗ്രഹിച്ചു. എങ്കിലും ആ രാമലക്ഷ്മണന്മാരുടെ കിടപ്പ് സീതയെ വല്ലാതെ ദുഃഖിപ്പിച്ചു എന്ന് പറയണം. അനേകം വൃക്ഷക്കൂട്ടങ്ങൾ നിറഞ്ഞ രാക്ഷസേന്ദ്രൻ്റെ ആ വിഹാരഭൂമിയിൽ സീത പ്രവേശിച്ച് വീണ്ടും എത്തി. വിമാനത്തിൽ നിന്നൊക്കെ ഇറക്കി തൻ്റെ സ്ഥാനത്ത് തന്നെ കൊണ്ടാക്കി ശ്രീജടയൊക്കെ പറഞ്ഞു വെച്ചാലും ശ്രീജയുടെ മനസ്സിൽ വിഷമം മാറിയിട്ടില്ല. ആ കിടപ്പിൻ്റെ ഒരു ചിത്രം മനസ്സിലിങ്ങനെ ചിന്തിച്ചവൾ വളരെയേറെ ദുഃഖം പൂണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഈശ്വര, തിജട വാക്ക് സത്യമാവണേ, തിജടയുടെ വാക്ക് സത്യമാവണേ, അവർക്കൊന്നും പറ്റരുത്, അതന്നെ ആവട്ടെ സത്യം എന്ന് ചിന്തിച്ച് ആ വാനരന്മാർ ഈ രാമലക്ഷ്മണന്മാരുടെ ചുറ്റും കൂടി അങ്ങനെ നിൽക്കുകയാണ്. എന്താ അങ്ങനെ ഒരു അവസ്ഥ വന്നു, ഇവരെ എങ്ങനെ എഴുന്നേൽപ്പിക്കാം? എന്തൊക്കെ പറഞ്ഞാലും ഈ മൂർച്ഛാവസ്ഥ കുറേ നീണ്ടാൽ ചിലപ്പോൾ രാമലക്ഷ്മണന്മാർ ഇപ്പം മരിച്ചിട്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് മരിച്ചാലോ? അപ്പോൾ അവർ കണ്ണ് തുറക്കണം, അവർ ഈ ലോകത്തിലേക്ക് വരണം. ഏതസ്മിന്നന്തരേ രാമപ്രത്യബുദ്ധ്യത ബുദ്ധിമാം സ്ഥിരത്വാൻ സത്യയോഗാച്ച ശരേ സാന്താനിതോപിസൻ. വേഗം കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ എന്തോ രാമൻ കണ്ണ് തുറന്നു. ആ മോഹാലസ്യം ഒന്നങ്ങനെ മാറി ഇല്ലേ. നാഗാസ്ത്രബന്ധിതനായിട്ടാണ് ഈ മൂർച്ചയുണ്ടായത്. മൂർച്ചയാണ് മോഹാലസ്യം. മെല്ലെ താൻ കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറന്നപ്പോൾ കണ്ടത് എന്താണ്? കൂരമ്പുകൾ തറച്ച് കിടക്കുന്ന തൻ്റെ അനുജനായിട്ട് ലക്ഷ്മണനെ കണ്ടു. ജ്ഞാനിയായിട്ടുള്ള രാമനും കൂടി വിചാരിച്ചു ലക്ഷ്മണൻ മരിച്ചു, താൻ രക്ഷപ്പെട്ടു, ലക്ഷ്മണൻ മരിക്കുകയും ചെയ്തു. ഈശ്വര, തൻ്റെ അനുജൻ മരിച്ചിട്ട് തനിക്ക് എന്തിനാണ് സീത? എന്തിനാണ് രാവണവധം? എന്തിനാണ് വിജയം? എന്തിനാണ് രാജ്യം? കിന്നുമേ സീതയാ കാര്യം കിം കാര്യം ജീവിതേനവ. എനിക്ക് ജീവിതം തന്നെ വേണ്ട, പിന്നെ എന്തിനാണ് സീത? പിന്നെ സീത ആവശ്യമുണ്ടോ? ജീവിതം ഉണ്ടെങ്കിലല്ലേ സീത വേണ്ടു. ശയാനം യോധ്യ പശ്യാമി ഭ്രാതരം യുധി നിർച്ചിതം. യുദ്ധത്തിൽ പരാജയപ്പെട്ട് ജീവൻ പോയിട്ട് കിടക്കുന്ന എൻ്റെ അനുജനെ ഈ കിടപ്പ് ഈശ്വര ഞാൻ എങ്ങനെ കാണും? ഇവിടെ പറയണ ലക്ഷ്മണന് തുല്യം വയ്ക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. ശക്യാ സീതാ സമാനാരി. സീതയ്ക്ക് തുല്യമായിട്ടുള്ളൊരു സ്ത്രീയെ ചിലപ്പോൾ ലോകത്തിൽ തിരഞ്ഞാൽ കിട്ടും എന്നാണ് പറയണത്. പക്ഷേ ലക്ഷ്മണന് തുല്യമായിട്ടുള്ള ഒരാളെ കിട്ടില്ല. എന്ന ലക്ഷ്മണ സമോ ഭ്രാത സജീവ സാംബരായിക. ഇത് പലരും സമ്മതിച്ചതും എടുത്തു പറഞ്ഞതുമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഭരതശത്രുഘ്നന്മാർക്ക് ഭരതൻ അടക്കം ഇത്രയധികം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ സ്നേഹമുള്ളവർ തന്നെയാണ്. പക്ഷെ സത്യത്തിൽ തെളിയിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് ലക്ഷ്മണനാണ്. കൂട്ട നടന്ന് ആഹാരവും ഉറക്കവും രാമന് വേണ്ടി ഉപേക്ഷിച്ചിട്ടുള്ളൊരു സഹോദരനാണ് ലക്ഷ്മണൻ. ലക്ഷ്മണനെ പലപ്പോഴും നമ്മൾ മറക്കണു, രാമായണം കഥ പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും. ലക്ഷ്മണൻ്റെ ഒരു അവസ്ഥ, കല്യാണം കഴിഞ്ഞ് ഊർമിളയായിട്ട് 14 കൊല്ലം പിരിഞ്ഞ് നിൽക്കുക. അധികം ആയിട്ടുമില്ല കല്യാണം കഴിഞ്ഞിട്ടേ. രാമന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ വില്ലും കയ്യിലെടുത്ത് ഉറക്കം ഉപേക്ഷിക്കുക. അതാണ് നമ്മുടെ രാമൻ ശരിക്കും അത് മനസ്സിലാക്കിയിരിക്കണമെന്ന് പറയുന്നത്. ന ലക്ഷ്മണ സമോ ഭ്രാത. രാമൻ പറയണം, ലക്ഷ്മണന് സമമായിട്ടൊരു ഭ്രാതാവിനെ ഈ ഉലകത്തിൽ കാണാൻ സാധ്യമല്ല. സീതയ്ക്ക് തുല്യമായിട്ടൊരു സ്ത്രീയെ കിട്ടിയേക്കാം, പക്ഷേ ലക്ഷ്മണന് സമമായിട്ടൊരു ഭ്രാതാവിനെ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? സുമിത്രയുടെ എല്ലാമായ ലക്ഷ്മണൻ മരിച്ചാൽ ഞാനും മരിക്കുകയാണ് നല്ലത്. പരിത്യക്ഷ്യാമ്യഹം പ്രാണം വാനരാണാന്തു പശ്യതാം. ഈ വാനരന്മാരുടെ മുമ്പാകെ ഞാനും ജീവിതം ത്യജിച്ചാലോ? യതി പഞ്ചത്തമാപന്ന സുമിത്രാനന്ദവർദ്ധന. ആ സുമിത്രാനന്ദവർദ്ധനായിരിക്കുന്ന ലക്ഷ്മണൻ മരിച്ച് ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രാണനും കളയുകയാണ്. ആ സുമിത്രയോട് ഞാൻ എന്തു പറയും? കൗസല്യയോട് ഞാൻ എന്തു പറയും? എവിടെ എൻ്റെ ഉണ്ണി ലക്ഷ്മണൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് പറയുക? വാനരന്മാരെ, എനിക്കിനി ജീവിതവും വേണ്ട, രാവണനെ വിജയിക്കും വേണ്ട, ഒന്നും വേണ്ട, ഒക്കെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അവനില്ലാതെ ചെല്ലുന്ന ഞാൻ, അല്ലെങ്കിൽ എന്നെ ആ അയോധ്യക്കാരെ എങ്ങനെ കാണും? ശത്രുഘ്നൻ്റെ അവസ്ഥ എന്താണ്? ഭരതൻ്റെ അവസ്ഥ എന്താണ്?
എല്ലാവർക്കും ലക്ഷ്മണനോട് വളരെയേറെ സ്നേഹമുണ്ട്. അവരെല്ലാം ദുഃഖിച്ചെന്ന് കാണാൻ ഞാൻ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഇതിനേക്കാൾ ഭേദം മരണം തന്നെയാണ്. തെക്ഷ്യാമി നഹി ജീവിതമുത്സഹേ, എൻ്റെ ജീവിതത്തെ ഞാൻ കളയും, എന്തായാലും ഞാൻ ജീവിക്കില്ല. ഇതിനൊക്കെ കാരണം ഞാനല്ലേ. ഞാൻ കാട്ടിലേക്ക് ചാടി പുറപ്പെട്ടതുകൊണ്ടല്ലേ സീത വന്നത്, അതുകൊണ്ടല്ലേ ലക്ഷ്മണൻ ലങ്കയിൽ എത്തിയത്. എൻ്റെ ജീവിതം നിന്ദ്യമാണ് എന്ന് പറയണം. സ്വയം അങ്ങോട്ട് നിന്ദിക്കുക. ലക്ഷ്മണ ദിങ്മാം ദുഷ്കൃതകർമാണം, ചീത്ത പാപങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഞാൻ വളരെയേറെ നീചനാണ് എന്നെനിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് ലക്ഷ്മണ, ആർത്തനായിരിക്കുന്ന എന്നെ എന്നും നീ സമാധാനിപ്പിച്ചു. സീതാവിരഹത്തെക്കുറിച്ച് ദുഃഖിച്ചപ്പോഴൊക്കെ നീ എന്തെല്ലാം ആശ്വാസവാക്കാണ് എന്നോട് പറഞ്ഞത്. ഒരു ഘട്ടത്തിലെങ്കിലും ധിക്കാരമായിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു പോലുമില്ല. അത്ര സ്നേഹവും ബഹുമാനവും ഈശ്വരതുല്യമായിട്ട് ജ്യേഷ്ഠനെ കാണുന്നതുമായിട്ടുള്ള ആ ലക്ഷ്മണന് പകരം ഈ ലോകത്തിൽ ആരുമില്ല. ആ ലക്ഷ്മണനല്ലേ മരിച്ചിവിടെ കിടക്കുന്നത്. മരിച്ചു എന്നാണ് രാമൻ വിചാരിച്ചത്, മരിച്ചിട്ടില്ല. തസ്യാമേവ ക്ഷിതൗ വീര, ഭൂമിയിൽ അങ്ങനെ കിടക്കണു. ഇതാ ചോരയിൽ അഭിഷേകമായിട്ട് അസ്ത്രവും തറച്ച് സംശേദേ നികതപ്പരേ, വൈരികളാൽ ശത്രുക്കളാൽ വീഴ്ത്തപ്പെട്ട് കിടക്കുന്ന ഈ കാഴ്ച എനിക്ക് കാണാൻ വയ്യ. കൂടുതലായിട്ടുള്ള ജീവിതവും എനിക്ക് വേണമെന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ചോര മുഴുവൻ ശരീരത്തിൽ പരന്നതുകൊണ്ട് അസ്തമയ സൂര്യൻ്റെ പ്രകാശത്തോടു കൂടിയിട്ട് ലക്ഷ്മണൻ അവിടെ കിടന്നു. ചുവന്ന ചോരയുടെ ഉപമയാണ് സന്ധ്യാമേഘമായിട്ട്. അങ്ങനെ മർമ്മങ്ങളിൽ അമ്പുകളേറ്റ ഇവന് മിണ്ടാൻ കഴിയുന്നില്ല, കണ്ണ് തുറക്കാൻ പോലും കഴിയുന്നില്ല. കണ്ണിൽ പോലും ചോരകളാണ്. ആ കൺചുവപ്പ് കണ്ടറിയാം ഇവന് മരിച്ചുപോയോ, കാലപുരിക്ക് പോയോ. ഞാൻ കാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ നിഴലുപോലെ വന്ന ആളാണ് ലക്ഷ്മണൻ. സീതയ്ക്കാണോ ലക്ഷ്മണനാണോ അധികം ബഹുമാന്യത കൊടുക്കേണ്ടത് ചോദിച്ചാൽ നിശ്ചല്യ. പക്ഷേ ലക്ഷ്മണനൊട്ടും പിന്നിലല്ല. അപ്പോൾ അവൻ എൻ്റെ കൂടെ വന്നവനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അവൻ്റെ കൂടെ പോകണ്ടേ? കാലപുരിക്ക് ഞാൻ അവൻ്റെ കൂടെ അങ്ങോട്ട് പോയാലോ? അഹമപ്യ അനുയാസ്യാമി തദേവേനം യമക്ഷയം, ആ യമലോകത്തേക്ക് ഇവൻ്റെ കൂടെ ഞാനും പോകേണ്ടതാണ്. ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എൻ്റെ കൂടെ അവൻ പോന്നു, അപ്പോൾ അവൻ പോകുന്നിടത്തേക്ക് ഞാൻ പോകണ്ടേ? അവൻ മരിച്ചിട്ട് ഈ സുഖമായിട്ട് ലോകത്തിൽ ജീവിക്കണതിന് എന്താണ് അർത്ഥം? അല്ലെങ്കിൽ ആ ജീവിതത്തിന് എന്താണ് സുഖം ഉണ്ടാവുക? എല്ലാം ഞാൻ കാരണമാണ്. കാട്ടിലേക്ക് വന്നതും സീത വന്നതും ലക്ഷ്മണൻ വന്നതൊക്കെ ഞാൻ കാരണമല്ലേ? അങ്ങനെ ഈ ലക്ഷ്മണൻ യുദ്ധത്തിൽ അതിസമർത്ഥനാണ്. 500 അസ്ത്രം ഒറ്റയടിക്ക് എയ്ത് നിർത്താതെ ശരം ചെയ്യാൻ ഇവന് കഴിവുണ്ട്. ആണ് വിസസർ ജൈകവേഗേന പഞ്ചബാണശതാനിച്ച, പഞ്ചബാണശതം 500 ശതം. തുടങ്ങിയ 500 ശരം കഴിഞ്ഞിട്ടേ എത്ര ഒരു ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ത്വര അസ്ത്രം എഴുതാൻ സമർത്ഥനായിട്ടുള്ള ഇവന് പകരം വയ്ക്കാൻ ആരാണുള്ളത്? ഇന്ദ്രൻ്റെ അസ്ത്രങ്ങളെ പോലും തോൽപ്പിക്കുന്ന, ഇന്ദ്രനെ പോലും തോൽപ്പിക്കുന്നവൻ ഇതാ നിലത്ത് പ്രാണൻ പോയി കിടക്കുന്നു. ഈശ്വര, ഇങ്ങനെ കണ്ടു. വിഭീഷണനെ ഞാൻ രാജാവാക്കി വാഴിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതൊക്കെ ഇനി നടപ്പാവുമോ? ഈ ലക്ഷ്മണൻ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് രാവണനെ ജയിക്കുക? സൈന്യവും ഭൗതിക ശക്തി എനിക്കുണ്ടെങ്കിലും മനസ്സിൻ്റെ ശക്തിക്ക് എവിടേക്കാണ് പോവുക? മനസ്സിന് ശക്തി വേണ്ടേ? പുറത്തേക്ക് ശക്തി ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ഒക്കേറ്റിനും പ്രമാണം മനസ്സാണ്. അതുകൊണ്ട് ലക്ഷ്മണനില്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും എനിക്ക് രാവണനെ ജയിക്കാൻ കഴിയില്ല, വിഭീഷണനെ രാജാവാക്കാനും കഴിയില്ല. എൻ്റെ ആ വാക്കുകളെല്ലാം ഇപ്പോൾ മാറ്റേണ്ടതായിട്ട് വന്നല്ലോ ഈശ്വര എന്ന് ഇപ്രകാരം രാമൻ വിലപിച്ചു. ആദ്യം സീതയുടെ വിലാപം കഴിഞ്ഞു, പിന്നെ രാവണൻ്റെ വിലാപം. അതുകൊണ്ട് സുഗ്രീവ, നീ ഇപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യൂ, യുദ്ധമൊക്കെ നിർത്തിയിട്ട് കിഷ്കിന്ധയ്ക്ക് തിരിച്ചു പോക്കോളൂ. ആ നല്ലത്. അസ്മിൻ മുഹൂർത്തെ സുഗ്രീവ പ്രതിയാതും ഇതോർഹസി, നീ പൊക്കോ, യുദ്ധമൊക്കെ നിർത്തുക. യുദ്ധവും വേണ്ട, ഒന്നും വേണ്ട, രാവണിയും ജയിക്കേണ്ട. ലക്ഷ്മണൻ മരിച്ചിട്ട് എന്തിനാണ് വിജയം? പിന്നെ എന്ത് വിജയമാണ്? അതുകൊണ്ട് എല്ലാവരും അംഗദനെ മുൻനിർത്തി നിങ്ങൾ ഇങ്ങോട്ട് കടൽ കടന്ന പോലെ അങ്ങോട്ട് കടന്ന് പൊയ്ക്കോളുക. യുദ്ധം നിർത്തി, എൻ്റെ ആജ്ഞയാണ്. എല്ലാവരും തിരിച്ചു പോയിക്കോളൂ. അംഗദനും മൈന്ദനും ദ്വിവിധനും കേസരിയും സമ്പാദിയും എല്ലാം എന്നെ വേണ്ട പോലെ സഹായിച്ചു. അവരൊക്കെ മോശക്കാരുമല്ല, എന്നിട്ടും വിജയം എൻ്റെ ഭാഗത്തുണ്ടായില്ലല്ലോ. അതുകൊണ്ട് സുഗ്രീവ, വിധി അലംഘനീയമാണ്.
എത്ര കഴിവുണ്ടെങ്കിലും എത്ര കേമത്തുണ്ടെങ്കിലും വിധിയെ അതിജീവിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് എല്ലാവരും പൊക്കോളിൻ എന്നങ്ങനെ പറഞ്ഞു. ആ തേജസ്വിയായിട്ടുള്ള വാനര രാജാവ് ചോദിച്ചു, ഈ സൈന്യം എന്താണ് കടന്ന് ഉഴലുന്നത്? അവിടെ ജാമ്പവാൻ സുഗ്രീവൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. രാജാവ് എന്ന് പറഞ്ഞാൽ സുഗ്രീവനാണല്ലോ. സുഗ്രീവൻ ചോദിച്ചു, എന്താണ് നിങ്ങളിപ്പോൾ ഈ പറയുന്നത്? പെട്ടെന്ന് എന്നോട് തിരിച്ചു പോകാൻ രാമ, എന്താണ് അങ്ങ് പറയുന്നത്? രാമൻ്റെയും ലക്ഷ്മണൻ്റെയും കാര്യം ഈ വിധത്തിലായിട്ടുണ്ട്. അത് തന്നെ കാരണം. ചോരയെല്ലാം വാർന്ന് ശരതൽപ്പം പോലെ ശരശയ്യയിൽ കിടക്കുന്ന ലക്ഷ്മണനെയും മറ്റും കണ്ടില്ലേ സുഗ്രീവ? ഇനി ഞാൻ എന്തിനാണ് കൂടുതൽ പറയുന്നത്? അതുതന്നെയാണ് യുദ്ധം നിർത്തി അങ്ങയോട് കിഷ്കിന്ധയിലേക്ക് മടങ്ങാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ വിഭീഷണൻ വന്നു. കുറച്ചെവിടേക്കോ അങ്ങോട്ടോ പോയിരുന്നു വിഭീഷണൻ. അവരിങ്ങോട്ട് വന്നു. വിഭീഷണൻ വന്നപ്പോഴോ ഈ വാനരന്മാരൊക്കെ വിചാരിച്ചു ഇന്ദ്രജിത്താണെന്ന്. കണ്ട അവർക്ക് അത്രയില്ലേ ആരാന്നും അറിയില്ല, ഒരു രാക്ഷസനാണെന്ന് മനസ്സിലായി. അവിടേക്കൊക്കെ കേമായിട്ട് വരാൻ കഴിവ് രാവണൻ്റെ പുത്രൻ ഇന്ദ്രജിത്തിനൊക്കെ ഉള്ളൂ, എല്ലാവർക്കും കൊണ്ട് കയറി വരാൻ പറ്റില്ല. അപ്പോൾ ഇന്ദ്രജിത്തിനൊരു സ്വഭാവം എന്താ വെച്ചാൽ ഇത് കണ്ടാലും ഭക്ഷിക്കത്ര, എത്ര ഭക്ഷിച്ചാലും മതിയാവാത്ത അമിതാസനനാണ്. ഇവരെ ഭക്ഷിക്കും എന്ന് വിചാരിച്ചപ്പോൾ വാനരന്മാരൊക്കെ ജീവൻ കൊണ്ട് ഓടി. ഇന്ദ്രജിത്താണ് തങ്ങളെ ഭക്ഷിക്കാൻ വരികയാണ് എന്നങ്ങനെ വിചാരിച്ചു. വിഭീഷണനാണെന്ന് പെട്ടെന്ന് അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ വാനരന്മാർ വളരെ പേടിച്ച് അപേക്ഷിച്ച് തുറിച്ച കണ്ണുകളോടുകൂടി നാലുപാടും ഭയന്ന് ഓടി. നമ്മളെയൊക്കെ വിഭീഷണൻ ഈ ഇന്ദ്രജിത്ത് ഭക്ഷിക്കും എന്നങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി. പേടിച്ച് തുറച്ച കണ്ണുകളോടെ പാഞ്ഞു. അപ്പോൾ ഇവരെന്തിനാണ് ഇങ്ങനെ പോകുന്നത്? ഒരാൾ വീണു, ആ വീണ ആളെ ചിലർ ചാടിക്കിടക്കണു എന്നൊക്കെ പറഞ്ഞ് അത്ഭുതമായിട്ട് ആ വിഭീഷണൻ സുഗ്രീവനെ നിരീക്ഷിച്ചു. എന്താ സുഗ്രീവ അവിടെ നടക്കണം? എന്തിനാണ് വാനരന്മാർ ഭയക്കുന്നത്? എന്താണ് വല്ലാത്തൊരു വിഷാദഭാവം എന്നൊക്കെ ചോദിച്ചു. വിഭീഷണൻ വേഗം എല്ലാവരോടും അവിടെ നിൽക്കാൻ പറഞ്ഞു. ജാമ്പവാനോടും പറഞ്ഞു, ആരും പോകണ്ട, ആരും പോകണില്ല, ആജ്ഞയാണ്. എന്ത് പോണത്? ഋക്ഷരാജാവായ ജാമ്പവാനോടും പറഞ്ഞു, ആദ്യം ഈ വാനരന്മാർ തിരിച്ചു ഓടുന്നത് നിർത്തൂ. രാമൻ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ, ചില സമയത്തൊക്കെ സ്വാമിയെ തിരുത്തേണ്ടി വരും താഴെയുള്ളവർ, സ്വാമിക്ക് അബദ്ധങ്ങൾ സംഭവിക്കാമല്ലോ. അതുകൊണ്ട് ആദ്യം ഈ ഓട്ടം നിർത്തുക. ഈ വന്നിരിക്കുന്നത് വിഭീഷണനാണ്, ഇന്ദ്രജിത്തല്ല. നമ്മളെ ആരും ഉപദ്രവിക്കില്ല, നമ്മുടെ പക്ഷമുള്ള വിഭീഷണനാണ് വന്നത്, ആരും പേടിച്ച് ഓടണ്ട, അതാദ്യം പേടിച്ച് ഓട്ടം അവിടെ നിർത്തുക എന്ന് ജാമ്പവാൻ പറഞ്ഞപ്പോൾ വാനരന്മാരൊക്കെ അവിടെ നിന്നു. പറഞ്ഞത് കേൾക്കണല്ലോ, പ്രായമുള്ള ആളാണ് ജാമ്പവാൻ, ഏറ്റവും പ്രായമുള്ള ആൾ. ജാമ്പവാൻ്റെ കാലം എന്ന് നമ്മൾ പറയും. അപ്പോൾ പറഞ്ഞു എല്ലാവരും അവിടെ നിർത്തി, ഇന്ദ്രജിത്തല്ല, ഇത് വിഭീഷണനാണ്, നമുക്ക് ഹിതം ചെയ്യുന്ന രാവണാഞ്ജനായിരിക്കുന്ന വിഭീഷണനാണ് വാനരരെ വന്നിരിക്കുന്നത്. പറയണ, രാജ്യം മുതായിട്ടതെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ജീവൻ മൃതനായിരിക്കുന്നു, ശത്രുവായിരിക്കുന്ന രാവണൻ പ്രതിജ്ഞ നിറവേറ്റിയിരിക്കുന്നു എന്ന് ഒക്കെ രാമൻ ഇങ്ങനെ ദുഃഖിച്ചയോട് പറഞ്ഞു. അവിടെ ഇവരെ യുദ്ധം നിർത്തി കിഷ്കിന്ധയിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ലങ്കയിൽ അങ്ങ് രാജ്യാധികാരം നേടും എന്ന് ജാമ്പവാൻ പറഞ്ഞു വിഭീഷണനോട്. ആ രാവണനും പുത്രനും കാക്ഷിതം കൈവരുമൊന്നുമില്ല, അവരെന്ത് വിചാരിച്ചു അതൊന്നും നടക്കാൻ പോകുന്നില്ല, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വിഭീഷണൻ അവരെ സമാശ്വസിപ്പിച്ചു. ലക്ഷ്മണൻ മരിച്ചിട്ടില്ല. ലക്ഷ്മണൻ്റെ മോഹാലസ്യം മാത്രമാണ് ഇത് ശരിയാവും എന്ന് പറഞ്ഞ് ഒരു രാവണ മനോരഥവും നടക്കില്ല, രാമൻ്റെ പദ്ധതി തന്നെയാണ് നടക്കുക, നിങ്ങളെല്ലാം ആശ്വസിക്കും, എവിടേക്കാണ് ദുഃഖിക്കുന്നത് എന്ന് പറഞ്ഞ രാക്ഷസൻ വിഭീഷണൻ എല്ലാവരെയും സമാധാനിപ്പിച്ചു. അങ്ങനെ സുഷേണനോട് സുഗ്രീവൻ ഈ സമയത്ത് പറഞ്ഞു, ശൂരന്മാരായിരിക്കുന്ന വാനരഗണങ്ങളോടൊപ്പം കിഷ്കിന്ധയിലേക്ക് പൊക്കോളൂ എന്ന് ശിഷ്യരനായ സുഷേണനോട് സുഗ്രീവൻ പറഞ്ഞു. ഇപ്പം സുഷേണൻ പറഞ്ഞു, ദേവാസുരന്മാർ തമ്മിലുണ്ടായ യുദ്ധം എനിക്ക് ഓർമ്മയുണ്ട് പണ്ട്.
അവർ മോഹാലസ്യപ്പെട്ടാലും ഈ ദേവന്മാർ ചില ഘട്ടത്തിൽ മോഹാലസ്യപ്പെടലുണ്ട്. പക്ഷെ ഔഷധം കൊണ്ട് ബൃഹസ്പതി അവരെ ഉയർത്തിയ കരുത്ത്. ക്ഷേണം പഴക്കമുള്ള ആളാണ്, പഴയ കഥകളറിയാം. അന്ന് ഇതേപോലെ ദേവന്മാർ മോഹാലസ്യപ്പെട്ട് വീണപ്പോൾ പാലാഴിയിലെ ദ്രോണപർവ്വതത്തിൽ ദേവന്മാർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത്ര ഈ മൃതസഞ്ജീവനി മുതലായിട്ടുള്ള ഔഷധങ്ങൾ. അതുകൊണ്ട് ദേവന്മാർ പഴയ പോലെ ഉത്സാഹികളായി തീർന്നു. പുനരുജ്ജീവിപ്പിച്ച കഥ എനിക്കറിയാം. അത് ഇവിടെ പ്രയോഗിച്ചാൽ രാമലക്ഷ്മണന്മാർ തീർച്ചയായിട്ടും പഴയ പോലെ ആവില്ലേ? രാമൻ ഇപ്പം തന്നെ ബോധവാനായിരിക്കുന്നു, ലക്ഷ്മണൻ മരിച്ചിട്ടില്ല. മരിക്കാത്തതായിട്ട് ലക്ഷ്മണനെക്കുറിച്ച് എന്തിനാണ് ആവശ്യമില്ലാത്ത ചിന്തിക്കണം? ദ്രോണപർവ്വതത്തിലത്തെ ആ ഔഷധം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലക്ഷ്മണനെയും നമുക്ക് പുനരുജ്ജീവിപ്പിക്കാം എന്ന് സുഷേണൻ പറഞ്ഞു. ഏതത് മിന്നന്തരേ വായു മേഘാംശാഭിസവിദ്യുത. ആ സമയത്ത് ചില ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, മരങ്ങൾ കടപുഴകി വീഴുക അതൊക്കെ ഉണ്ടായി. ഇപ്പം പ്രകൃതിയിലത്തെ ശകുനങ്ങളെ പലപ്പോഴും വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് തെറ്റും. ഇത് ദുശകുനമായിട്ട് പലപ്പോഴും പറയും. പക്ഷേ ഇവിടെ ഈ ദുശകുനം എവിടെ ഉണ്ടായത്? ലങ്കയിലാണ് ഉണ്ടായത്, അയോധ്യയിലല്ല. അപ്പോൾ ഇത് ലങ്കയ്ക്ക് ദോഷകരമായ ശകുനമാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. കടപുഴങ്ങി വീഴുക, കൊടുങ്കാറ്റടിക്കുക, ഇടിമിന്നി വിട്ട് ആ സമയത്ത് ലങ്കയ്ക്ക് നാശം വരുന്നു. ആർക്ക് നാശം വരില്ല? രാമന് നാശം വരില്ല. ഈ ചിഹ്നത്തെയും ശകുനത്തെയും നമുക്ക് അനുകൂലമാണ് എന്ന് സുഷേണൻ വ്യാഖ്യാനിച്ചു കൊടുത്തു. കണ്ടില്ലേ, ഇത് ലങ്കയുടെ നാശമാണ് സൂചിപ്പിക്കുന്നത്, നമ്മുടെ നാശമല്ല. അവിടെ എല്ലാവരും സമാധാനിക്കൂ, എന്തെങ്കിലും വഴിയുണ്ടാവും എന്നങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഒരു മഹാസംഭവം അവിടെ ഉണ്ടാവുകയാണ്. അപവൻ പന്നഗാത്രസ്ത ഭോഗിനത്തത്ര വാസിന ശീഘ്രം സർവാണി യാതാംസി ജഗ്മുച്ചലവണാർണവം. അതിഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു സത്വം. അതാരാണെന്ന് ചോദിച്ചാൽ ഗരുഡനാണ്, വേറെ ആരുമല്ലേ. ഗരുഡൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പക്ഷി മാത്രമല്ല പുരാണത്തിൽ. അത് അപാരമായിട്ടൊരു സങ്കല്പമാണ്. വിഷ്ണുവിൻ്റെ വാഹനം ഏതുവരെ ശരീരം വലുതാക്കാനും അത്ഭുത സിദ്ധികളും ശത്രുക്കളെ കൊത്തിക്കീറാനുള്ള കഴിവുള്ള ഒരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. ഒരു സംഗതിയാണ് ഈ ഗരുഡൻ. നമ്മൾ വിചാരിക്കും ഒരു പക്ഷിയാണ്, അത് അല്ല. ഗരുഡൻ എന്ന് പേരിട്ടു എന്നല്ല, ഗരുഡൻ മനുഷ്യൻ്റെ രൂപം കൈക്കൊള്ളാത്ര. ഏത് രൂപം വേണമെച്ചാൽ ഗരുഡന് കൈക്കൊള്ളാൻ പറ്റുന്നവരാണ്. അങ്ങനത്തെ ഒരു പ്രതിഭാസമാണ് ഈ ഗരുഡൻ. അവിടെ വന്നു. ക്ഷണനേരം കൊണ്ട് എന്ത് ചെയ്തു? ആ തീയെ പോലെയുള്ള തേജസ്സോടു കൂടി, തീയെ പോലെയുള്ള തേജസ് ഗരുഡൻ എന്ന് പറഞ്ഞാൽ പക്ഷിക്ക് സാധാരണ ഉണ്ടാവുമോ? തീ അഗ്നി കാളുന്ന തേജസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സംഗതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വേഗം എന്ത് ചെയ്തു? ആ ലക്ഷ്മണൻ്റെ അടുത്ത് വന്നു. ലക്ഷ്മണൻ്റെ മേൽ മുഴുവൻ നാഗാസ്ത്രം ബന്ധിച്ചിട്ടുണ്ട്, പാമ്പിൻ്റെ രീതിയിലുള്ള ആ അസ്ത്രം കെട്ടി വരിഞ്ഞ് കിടക്കുക ലക്ഷ്മണൻ. രാമൻ്റെ മേലും ഉണ്ട്, പക്ഷെ ബോധം വന്നിട്ടുണ്ട്. നാഗാസ്ത്രം പോയിട്ടില്ല രാമൻ്റെ മേലിൽ നിന്ന്, ബോധം മാത്രമേ വന്നിട്ടുള്ളൂ. ഗരുഡൻ എന്ത് ചെയ്തു? ഗരുഡൻ്റെ മുമ്പിൽ പാമ്പ് വല്ലതും ഉണ്ടോ? സർവ്വനാഗാസ്ത്രത്തെയും കൊത്തി വലിച്ച് മോചിപ്പിച്ചു. ഗരുഡനെ കണ്ട പാമ്പ് ആ പരിസരത്ത് എവിടെയും നിൽക്കില്ല എന്നാണ്. ഏറ്റവും വലിയ ശത്രു കീരിയല്ല എന്നാ, ഗരുഡനാ പാമ്പിൻ്റെ. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ഗരുഡൻ രണ്ട് സഹോദരന്മാർ രാമലക്ഷ്മണന്മാരുടെ മുഖത്ത് തലോടി. ഒരു സാധാരണ പക്ഷിക്ക് ഇത് സാധിക്കില്ല. ആ ഗരുഡൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സങ്കല്പവും സംഭവമാണ്. തതസുവർണക്കാകുസ്തൗ ദൃഷ്ട്വാ പ്രത്യഭിനന്ദിത ബിമമർശജപാണിഭ്യാം മുഖേ ചന്ദ്രസമപ്രഭേ. ചന്ദ്രസമാനമായിട്ടുള്ള അവരുടെ മുഖം കൈകൊണ്ട് സാവധാനം തലോടി. രാമലക്ഷ്മണന്മാരുടെ വേദന മുഴുവനെ ഗരുഡൻ തലോടി. ഗരുഡനെ തലോടിയിട്ടുണ്ട് ശിവൻ ഒരിക്കലെന്നാ. ഗരുഡനെ പണ്ട് തലോടിയെന്നൊരു കാട്ടിൽ കാണാം. ഇവിടെ ഗരുഡൻ ഇവരെയാണ് തലോടിയത്. ആ മുറിവുകളൊക്കെ അപ്പം തന്നെ ഉണങ്ങി. വേഗം ഉണങ്ങണ മരുന്നുകളും വിദ്യകളും പലതും ഉണ്ട് നമ്മുടെ ശാസ്ത്രത്തിൽ, അല്ലേ? എന്തുകൊണ്ട് ഉണങ്ങാത്ത മുറിവുകളൊക്കെ മുട്ടിക്കുളങ്ങര എണ്ണ കൊണ്ട് ഉണങ്ങണമെന്ന് പറയണു. വളരെ വേഗം ഉണങ്ങുന്നതാണ് പറയുന്നത്. അപ്പോൾ അത് ലോകത്തിൽ നമ്മൾ കാണുന്ന കാര്യമില്ലേ? നമ്മൾ ഈ കാണുന്നതും നമ്മുടെ ഇതിൽ മാത്രമുള്ളതൊന്നും അല്ലല്ലോ. പെട്ടെന്ന് മുറിവുണങ്ങാനുള്ള മരുന്ന്, ഔഷധം, മന്ത്രം ഇതിലായിട്ടതൊക്കെ മന്ത്രങ്ങളുണ്ട്, പണ്ടുണ്ട് എന്നാണ്. അങ്ങനെ ഇവരുടെ ശരീരത്തിലത്തെ മുറിപ്പാടുകളൊക്കെ വളരെ വേഗം മാറി. ആ ശരീരങ്ങൾ സ്വർണ്ണ നിറങ്ങളും
വളരെയേറെ മിനുസമുള്ളതും ആകർഷകമായിട്ട് തീർന്നു. എന്തൊരത്ഭുതമാണ്! തേജസ്, ബലം, വീര്യം, ഓജസ് മുതലായിട്ടുള്ളതെല്ലാം ഈ രാമലക്ഷ്മണന്മാർക്ക് ഇരട്ടിയായി, മുമ്പുള്ളതിനേക്കാൾ ഇരട്ടിയായി ഗരുഡൻ ആ മഹാവീരന്മാരെ എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽക്കൂ, നിങ്ങൾക്ക് നല്ലത് വരട്ടെ, മംഗളം വരട്ടെ എന്ന് പറഞ്ഞ് ഗരുഡൻ അവരെ അനുഗ്രഹിച്ചില്ലേ? ലക്ഷ്മി ഭഗവാന് സന്തോഷമായി. ഗരുഡ, നിനക്ക് സർവ്വമംഗളങ്ങളും ഉണ്ടാവും, എല്ലാ ആപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചത് ഞങ്ങൾ പഴയ പോലെ ഓജസ്സും ബലവും ഉള്ളവരായി തീർന്നു. അതുകൊണ്ട് നിനക്ക് ഈ ലോകത്തിൽ നല്ലതേ വരുള്ളൂ എന്നും പറഞ്ഞിട്ട് ഗരുഡനെ അനുഗ്രഹിച്ചു. ഗരുഡൻ പറഞ്ഞു, ഹേ രാമ, അങ്ങെല്ലാം അറിവുള്ള ആളും എല്ലാ ശക്തിയുള്ളവരാണ്. പക്ഷേ രാക്ഷസന്മാരുടെ ഇടയിൽ ശ്രദ്ധിക്കണം. പലതരത്തിലുള്ള മായ അവരുടെ ഇടയിലുണ്ട്. ഇനി അവർ പലതും പ്രയോഗിക്കും. അതുകൊണ്ട് ജാഗരൂകയോട് കൂടിയിട്ട് യുദ്ധം ചെയ്യുക. രാവണനെ ജയിക്കാൻ അങ്ങേക്ക് തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്നങ്ങനെ അനുഗ്രഹിച്ച് ഗരുഡനാണ് സ്വയം പരിചയപ്പെടുത്തി. ആരാധ അറിയണ്ടേ? ഞാൻ ഗരുഡനാണ്. അഹം സഖാ തേ കാകുസ്ത പ്രിയപ്രാണോ ബഹിശ്ചര. പറയാണ്, അങ്ങയുടെ ബഹിശ്ചര സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണനായ ഗരുഡനാണ് ഭഗവാനെ ഞാൻ. രാമൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്, വിഷ്ണുവിൻ്റെ വാഹനം ഗരുഡനാണ്. എല്ലാറ്റിനും ഗരുഡൻ വേണം വിഷ്ണുവിന്. ഗരുഡൻ എവിടെയാണ്? എന്തെവിടേക്ക് പോകണമെങ്കിൽ എവിടെ ഗരുഡൻ എന്നാണ് ചോദിക്കുക. അപ്പോൾ അങ്ങനെ തൻ്റെ ബഹിശ്ചര പ്രാണൻ എന്ന് പറയും, പുറത്തേക്കുള്ള പ്രാണൻ, ശരിക്കുള്ള പ്രാണൻ ഉള്ളിൽ, പുറത്തേക്കുള്ള പ്രാണനോ ഗരുഡൻ. അങ്ങനത്തെ ഗരുഡനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ രക്ഷിക്കാതെ ഞാൻ ജീവിച്ചിട്ട് എന്താണ് കാര്യം? അവിടെ ദൂരത്തുനിന്ന് ഞാൻ സമുദ്രം താണ്ടി വന്നതാണ്. ഇനി നിങ്ങൾക്ക് ആപത്തുണ്ടാവില്ല. പ്രത്യേകിച്ച് സൂക്ഷിക്കണം. ഈ രാക്ഷസന്മാരുടെ മായ, കാപട്യം പലതും ഉണ്ടാവും. അതിനെയൊക്കെ വളരെയധികം ജാഗ്രതയോടും ജാഗരൂകതയോടും കൂടി നേരിട്ട യുദ്ധത്തിൽ വിജയീഭവ എന്ന് ഗരുഡൻ ആശംസിച്ചു. നജ കൗതൂഹലങ്കാര്യം സഖിത്തം പ്രതിരാഘവം കൃതകർമാരണേ വീര സഖിത്തം നിവേശി. ഇപ്പം ഇനി കൂടുതൽ വർത്തമാനമൊന്നും നമ്മൾ പറയണ്ട. നമ്മുടെ സൗഹൃദത്തിനുള്ള സമയമല്ല ഇപ്പോൾ. പിന്നെയോ അവിടെ യുദ്ധം എന്തിനും തയ്യാറായിട്ട് രാക്ഷസന്മാർ നിൽക്കില്ലേ? പെട്ടെന്ന് അടിയന്തര സ്വഭാവത്തിൽ യുദ്ധകാല അടിസ്ഥാനം എന്നാണ് നമ്മൾ കേട്ടത്. യുദ്ധം തന്നെയാണ്. എന്ത് ചെയ്യണം? രാവണനെ ജയിക്കണം, സീതയെ തീർച്ചയായിട്ടും അങ്ങ് നേടുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഗരുഡൻ വന്ന വഴിയെ പാടെ പോവുകയും ചെയ്തു. ആ കവികളെല്ലാം ധൈര്യം കിട്ടി, സിംഹനാദം മുഴക്കി. രാമലക്ഷ്മണന്മാർ ജീവിച്ചാൽ അവർക്ക് പേടിയില്ല. അവർ മരിച്ചാൽ പിന്നെ ഒന്നും അവർക്ക് കൊണ്ട് സഹായിക്കില്ല. അവരുടെ ശക്തി മുഴുവൻ രാമനാണ്, ലക്ഷ്മണനാണ് എന്ന് വിചാരിച്ചിരുന്ന അവർക്ക് എന്തൊക്കെയോ ശക്തികൾ തിരിച്ചു കിട്ടിയ പോലെ അട്ടഹാസം മുഴക്കി എല്ലാവരും യുദ്ധോത്സുക്തരായി. തതസ്തു ഭീമസ്തുമുലോ നിനാദോ ബഭൂവ ശംഖ മൃഗയൂതമാനാം. ശംഖനാദം, വാദ്യഘോഷം മുതലാട്ടത്തൊക്കെ മുഴക്കി അവരെല്ലാം യുദ്ധോത്സുക്തരായി. ക്ഷയേ നിദാകസ്യ യഥാകനാനാം നാദസ്സു ഭീമോ നദതാം നിശീതേ. ഭംഗിയായിട്ടുള്ള ഇടിമുഴക്കം പോലെ അവരുടെ ശബ്ദം ലങ്കയിൽ മുഴങ്ങി എന്ന് പറയുകയാണ്. ഭംഗിയായിട്ടുള്ള ഇടിമുഴക്കം അങ്ങനെ ഒന്നുണ്ടോ? അതായത് അതിഭയങ്കരമായിട്ട് പട്ടയെന്ന് വെട്ടിയാൽ ഇടി ഭീകരാണ്. സമയത്ത് നല്ല ചൂടുള്ള വേനൽക്കാലത്ത് ചെറുതായിട്ടിങ്ങനെ മുഴങ്ങിയിടി, അതൊരു സുഖമാണ് കേൾക്കാൻ അല്ലേ? കുടു എന്ന് പറഞ്ഞിട്ട് ഈശ്വര മഴയല്ലേ വരണം, എന്ത് സുഖമാവും, ഇപ്പോൾ ഈ ചൂടിനൊക്കെ ഒരു ആശ്വാസം കിട്ടും. അങ്ങനത്തെ ഇടിമുഴക്കം നല്ലതാണെന്നാണ്. രണ്ട് തരത്തിലുണ്ട്. പട്ടയെന്ന് വിട്ടല്ല ഇവിടെ, അങ്ങനെയല്ല ഉപമിച്ചത്. സുഖമായിട്ടുള്ള ഇടിനാദം, പർജന്യനാദനിനദോ, പല ദിക്കിലും ഇത് കാണാം. മേഘത്തിൻ്റെ നാദം പോലെ. നല്ല ചൂട് കാലത്ത് ചുട്ട് പഴുത്ത് ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടിരിക്കുമ്പോൾ ചെറിയ ഇടിമുഴക്കം അല്ലേ, ചെറുതായിട്ടേ ഉള്ളൂ, അത് നമുക്ക് വളരെയേറെ ആശ്വാസം തരും. മഴ വരുന്നുണ്ടല്ലോ, ഒരു മഴ കിട്ടാൻ ഇത്രയും മോഹിക്കണം. അതാ ഇടി വെട്ടണം, മഴ പെയ്യും കേട്ടോ. ഇടിമുരല എന്ന് പറയും ഭാഷയിൽ, ഇടിമുരല. അപ്പം ആ ഒരു പോലെ ആ വാനരന്മാരുടെ ശബ്ദം എല്ലാവർക്കും ആനന്ദത്തെ കൊടുത്തു എന്നും പറഞ്ഞിട്ടാണ് ആ സർഗ്ഗാണ് അവസാനിപ്പിച്ചത്. രാമൻ്റെ പ്രബോധനം, മോഹാലസ്യത്തിൽ നിന്നുള്ള തിരിച്ചു വരവ്. അങ്ങനെ രാമലക്ഷ്മണന്മാരെ ഗരുഡൻ പൂർവ്വസ്ഥിതിയിലാക്കിയതും പറയണം. തുടർന്ന് യുദ്ധരംഗങ്ങളെ വർണ്ണിക്കുന്നു. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം തമുദ്ധരണം ലങ്കാപുരീദാഹനം
പശ്ചാത് കുംഭകർണനിധനം നേതത്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.